എന്നാലും അവൻ ആ പത്രോസിന്റെ കൂടെ കൂടിക്കളഞ്ഞല്ലോ, കുറച്ചിലായിപ്പോയി. ചാക്കോ അവരുടെ കൂടെ കൂടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അവൻ എവിടെയെങ്കിലും പോയി ചേരട്ടെ. താൻ തന്റെ കാര്യം പറ. താൻ എന്നോട് ഒന്നിച്ചു നിൽക്കുവോ അത് ചാക്കോന്റെ കൂടെ പോവോ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. എന്നാലും നിന്റെ കൂടെ പണിയാനായി എനിക്കിഷ്ടം. നില്ലടാ ധൃതി കൂട്ടാതെ. ഇനി അതിന് അവൻ വല്ല വഴക്കിനോ വക്കാണത്തിനോ വന്നാ ഞാൻ കുഴഞ്ഞു പോകും. ഫിലിപ്പോസിന് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ വേണ്ട. താൻ ചാക്കോ വന്ന് വിളിച്ചാല് മറുത്തൊന്നും പറയാൻ പോണ്ട. താൻ ചാക്കോന്റെ കൂടെ പോയെന്ന് വെച്ച് എനിക്ക് തന്നോട് വഴക്കൊന്നുമില്ല. ഞാൻ ഒട്ട് പിണങ്ങാനും വരെയില്ല. അല്ല, അതെനിക്കറിയാം. ഞാൻ ഒരൊറ്റ അടി വെച്ച് വന്നാലുണ്ടല്ലോ. താനെന്തിനാ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അവൻ പോട്ടേന്നേ. ഞങ്ങൾ ഒന്നിച്ചു പോയിക്കോളാം. മോള് തനിച്ചേ ഉള്ളൂ. ത്രേസ്യ ഇന്ന് അവളുടെ വീട്ടിൽ പോയിരിക്കുക. എന്നാ ഇവനെ പറഞ്ഞു വിട്. ഉതുപ്പ് നിന്റെ മോൾക്ക് കൂട്ടിനിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന് മോളോട് പറഞ്ഞേര്. ഞാൻ വന്നിട്ടേ നീ പോവുള്ളൂ കേട്ടോ. അപ്പൊ പള്ളിക്കാർ വന്നു. കരാർ ഉറച്ചോ? തുക കൊണ്ടൊത്തില്ല. അവര് പത്രോസിന്റെ അടുത്ത് പോയതിനു ശേഷം എന്റെ അടുത്ത് വന്നു. ഇനിയും വരാൻ പാടില്ലാതൊന്നുമില്ല. നീ വല്ലതും കഴിച്ചാണോ? ഇല്ല. എന്നാ വാ, നമുക്ക് ആ നായരുടെ കട വരെ ഒന്ന് പോയിച്ചു വരാം. നായരുടെ കടയോ? ഏത് നായരാ ഇവിടെ ചാരായക്കട പറഞ്ഞു വെച്ചിരിക്കുന്നത്? ചാരായോ? ചായ കുടിക്കാനാ വിളിച്ചത്. വാ. ചായയാണോ? എന്നും അവളുടെ രാവുകൾ. ആരാ? ഞാനാ. പുതുപ്പ് മേരിയുടെ അപ്പം കുറെ സാധനങ്ങൾ നന്നായിട്ടുണ്ട്. എന്നാ അടുക്കള തന്നെ വെച്ചോ, ഞാൻ എടുത്തോളാം. മേരിക്കുട്ടി തരുന്നേ സോപ്പ് ഒന്ന് എടുത്തു തരാമോ? സോപ്പ് പിന്നെ എന്നോടിവിടെ മേരിക്കുട്ടിക്ക് കൂട്ടിനിരിക്കാൻ പറഞ്ഞു. മേരിക്കുട്ടിയുടെ അപ്പൻ ഇരുന്നോട്ടെ. ഇരുന്നു, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. ചേട്ടാ, കാപ്പി വേണോ? ചേട്ടാ, 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 അച്ഛാ, അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ തെറ്റിപ്പോയി അച്ഛാ. നീ ചെയ്തത് പാപമാണ്. എന്നാലും ഈ കണ്ണുനീർ നിന്റെ പശ്ചാത്താപം വെളിപ്പെടുത്തുന്നു. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ദൈവം നിന്നെ ശിക്ഷിക്കില്ല.
എഴുന്നേൽക്ക്. മേരിയെ നിനക്ക് ഇഷ്ടമാണ്? ശരി, ഈ കാര്യം ഇനി നീ ആരോടും പറയരുത്. ഞാനൊരു വഴി ആലോചിക്കുകയാണ്. എടി പെണ്ണെ, ഞാൻ പറയുന്നത് കേക്ക്, അതാ നിനക്ക് നല്ലത്. ഞാൻ പോവില്ല. എന്റെ കർത്താവേ, അങ്ങനെ ഇത് അറിഞ്ഞാൽ എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും. കൊല്ലട്ടെ. എന്റെ പൊന്നു മോദി, അമ്മച്ചി പറയുന്നത് കേക്ക്. എനിക്ക് കല്യാണം ഇഷ്ടമല്ലെങ്കിൽ അപ്പച്ചനോട് പറഞ്ഞ് പിന്നീട് വേണ്ടെന്ന് വെപ്പിക്കാം. വിളിച്ചിട്ട് ചെല്ലാതിരുന്ന വന്നിരിക്കുന്നവർ എന്ത് വിചാരിക്കും? എനിക്ക് തന്റെ മോളെ കാണണമെന്നൊന്നുമില്ലായിരുന്നു. നേരത്തെ ചെറുക്കം കണ്ട് ബോധിച്ചല്ലേ. ഇതൊരു നാട്ടാചാരം. എന്തേ വിളിച്ചോ? ലിസി, മോളെ ലിസി. തന്റെ മോള് മേടിക്കുക. ഈ രാത്രി നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഇല്ല ജോയ്, എന്നെ എപ്പോ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. അറിയാം. എങ്കിലും എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന്. ജോയ്, എനിക്ക് പേടി തോന്നുന്നു. നീ പേടിക്കണ്ട. നിന്റെ അപ്പനല്ല, ആരെതിർത്താലും നിന്നെ ഞാൻ കിട്ടും. നീ എന്റെയാണ്, എന്റെ മാത്രം. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല ചോ. ഈ നിലയിൽ എന്റെ മോളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടാൻ കഴിഞ്ഞാൽ അത് തന്നെ എന്റെ ഭാഗ്യം. ഉതുപ്പിനെ നിന്റെ മോൾക്ക് ഇഷ്ടപ്പെടുമോ? അവളുടെ ഇഷ്ടം നോക്കണ്ട. എന്നാൽ ഈ ബന്ധം ചെറുക്കന്റെ സ്വന്തക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കണ്ടേ? അവന് സ്വന്തമെന്ന് പറയാൻ ചാക്കോയല്ലേ ഉള്ളൂ. അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എല്ലാ അച്ഛന്റെ കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. ആ പിന്നെ ഒരു കാര്യം, ഫിലിപ്പോസ് നന്നായി കുടിക്കും ഇല്ലേ? മദ്യം വിഷമാണ്. ഇല്ല ചോ, ഇനി ഞാൻ കുടിക്കില്ല. എന്റെ മോളെ പറ്റിയുള്ള സങ്കടം കൊണ്ട് കുടിക്കുന്നതാ. ഇനി ഞാൻ കുടിക്കില്ല ചോ, ഇനി ഞാൻ കുടിക്കില്ല. ചെറുപ്പം മുതലേ പഠിച്ച ഒരു തൊഴിലായതുകൊണ്ട് അത് ചെയ്ത് പഴയ്ക്കുന്നു. ഞാൻ വന്നത് നമ്മുടെ കല്യാണക്കാരെ ആലോചിക്കാനാണ്. നമുക്ക് മനസ്സുയോജ്യം നിശ്ചയിക്കണ്ടേ? അതിനൊരു ദിവസം കാണണ്ടേ? ആ വരട്ടെ. എനിക്ക് ഈ കല്യാണ കാര്യം ഒന്നുകൂടി ആലോചിക്കണം. അതെന്താ ചാക്കോച്ചന് ഇപ്പൊ അങ്ങനെ തോന്നാൻ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും 4 ദിവസമെങ്കിലും ഇവിടെ കൂടണ്ടേ? അവർക്ക് കിടക്കാൻ ഒരു അറയൊരുക്കണ്ടേ? പിന്നെ ചില്ലറ ചെലവുകളും. 4 ദിവസമല്ലേ, പിന്നെ അവരെന്റെ പുരയിലേക്കല്ലേ വരുന്നത്. അറയൊന്നും ഒരുക്കണ്ട. ചെലവിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞില്ലേ സ്ത്രീധനമായിട്ട്. അതുകൊണ്ടായില്ല. എന്റെ കർത്താവേ, ഇനിയിപ്പൊ പണത്തിന് ഞാൻ... ഫിലിപ്പോസ് ചേട്ടന് ഈ കല്യാണം നടന്നു കാണാൻ അത്ര ആഗ്രഹമാണ്? എന്ത് ചോദ്യമാണ് ചാക്കോ ഇത്? എല്ലാം നിശ്ചയിച്ചുറച്ച് നാട് മുഴുവൻ പാട്ടായ കാര്യമല്ലേ ഇത്? ഇത് മുടങ്ങിയാൽ... മുടങ്ങില്ല. ഞാനൊരു വഴി പറയാം. ചേട്ടൻ അതുപോലെ ചെയ്താൽ നമുക്ക് ഉടനെ കല്യാണം നടത്താം. പറയൂ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ എന്റെ കരൾ വിഴിഞ്ഞു തരാൻ വരെ ഞാൻ തയ്യാറാണ്. എന്റെ മകളുടെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിക്കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും? അടുത്ത വെള്ളിയാഴ്ച വെടിക്കെട്ടാണ്. ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ മറിയതിന്റെ കൂട്ടത്തിലല്ലേ? അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഞാൻ ചോദിച്ചത്. ചേട്ടന് മനസ്സിലായില്ലേ? ആ വറീതിന്റെ ഒച്ച പൊങ്ങരുത്. എന്റെ ചാക്കോ, നീ പറഞ്ഞു വരുന്നത്? ഇല്ല, അത് മാത്രം പറയരുത്. ഞാൻ ചെയ്യില്ല. കൂടെ നിന്ന് ചതിക്കുക.
ഓ ദൈവദോഷം. ഇല്ല, ഞാൻ ചെയ്യില്ല ചാക്കോ, ഞാൻ ചെയ്യില്ല. എങ്കിൽ പൊയ്ക്കോ. ആ കുരുടി പെണ്ണിനെ കെട്ടാൻ വേറെ ചെറുക്കനെ അന്വേഷിച്ചു. ചാക്കോ, നീ എന്നോട് ചെയ്യുന്നതായിരുന്നതാ, എന്നോട് ചെയ്യുന്നതായിരുന്നു. എന്താണപ്പാ? മോളെ, ഇവനെ പ്രസവിച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ പെങ്ങളും പോയി. അതിൽ പിന്നെ ഇവന് ഇവിടെ വളർന്നത്. അതൊന്നും എനിക്കറിയില്ലേ. അപ്പോ കല്യാണം നമുക്ക് കൂടുതലങ്ങ് നടത്താം. അത് വേണ്ട. എനിക്ക് ഒരു മോളെയുള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഒന്ന്. അത് ഞാൻ തനിച്ച് നടത്തി. ഈ രാജ്യക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അന്തസ്സായിട്ട് നടത്തി. അതിന് എനിക്ക് പത്രോസ് ചേട്ടൻ കുറച്ച് സമയം തരണം. ചാക്കോച്ചന്റെ ഇഷ്ടം. എന്താ പത്രോസ്? മീനെടുത്തോണ്ട് വേടാ. അത് മുഴുവൻ കഴിഞ്ഞ ഈ എപ്പ തീരും? ഇതാണ് ഇവന്റെ മണവറ. ഇത് മതിയോടാ നിനക്ക് നിന്റെ കെട്ടിയോക്കും കിടക്കാൻ. അല്ലെങ്കിൽ ഞാൻ നിനക്ക് പുതിയൊരു മാളിക പണിയിച്ചു തരാം. അവൻ ഇത് അല്ലടാ മോന് മതി. ഏതായാലും പുതുതായി കല്യാണം കഴിക്കാൻ പോയല്ലേ, എന്റെ അവർ സമ്മാനം ഇരിക്കട്ടെ. കുടിവാൻ വാങ്ങിച്ചോ? വാങ്ങിച്ചടാ. എന്നാ വാങ്ങിച്ചു കുടിക്കാ. കാളർച്ചി വരച്ചിട്ട് കാളർച്ചി വരച്ചത് എടാ, നീയും കുടിച്ചോ? കുടിച്ച് കാളർച്ചി വരച്ചേ. എന്ത് കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. കാള കാള. മോളെ, അവര് പോവാൻ തുടങ്ങുന്നു. പോട്ടെ, അതിന് ഞാനെന്ത് വേണം? നിന്നോട് യാത്ര ചോദിക്കാൻ നിൽക്കുക അവര്. എവിടെ എന്റെ മരുമകൾ? എനിക്ക് അവിടെ ഒന്ന് കാണണം. മോളെ ലിസേ, എവിടെയാ മോള്? അവൾ അകത്തുണ്ട്, നാണിച്ചിട്ടാ. അവളുടെ ഒരു നാണം. വിളിക്കണേ. ഇനിയിപ്പോ ഈ നിലയിൽ അവളെ കാണണ്ട. ഈശോമതിയാകും സുഖിയായിരിക്കട്ടെ. എന്താടാ? ഞാൻ എപ്പോഴെന്റെ കല്യാണം? അതിന് സമയമാകുമ്പോ എണീറ്റ് പോടാ. അവിടെ ഇരിക്കട്ടെ. എനിക്കെപ്പോഴും ഉടുപ്പ് എടുക്കണം. ഉടുപ്പോ? കുപ്പായം കുപ്പായം കല്യാണത്തിന്. അത് വാടകയ്ക്ക് എടുക്കാം. അത് വേണ്ട. വേണ്ടേ? ഒറ്റ തൊഴിൽ ഉണ്ടല്ലോ. അത് കുപ്പായം. ആരാണോ അതിനൊക്കെ കാശ് ചെലവാക്കാൻ? പെണ്ണപ്പെണ്ണ എന്ത് പറഞ്ഞു? തലേ നടുപ്പിച്ച് ഒക്കെ ചർച്ചിടുക. എന്തൊക്കെയാവുന്നുണ്ട് കേട്ടാ. എന്താടാ ഇത്? ഛർദി ഛർദി ഛർദി. നിന്നെ ഇതെത്ര തൂക്കം? 3/4 പവന് ഒരു വീശത്തൂക്കം കുറയും മോളെ. പവന് എന്താ വില? തീരെ കുറഞ്ഞുപോയി. കുറച്ചുകൂടെ കട്ടി വേണ്ടിയിരുന്നു. പിന്നെ കട്ടി കൊട്ടാരത്തിലെ കുട്ടിയല്ലയോ? ഇതിന് തന്നെ അങ്ങനെ എന്തുമാത്രം കഷ്ടപ്പെട്ട് ആരോടൊക്കെ ഇരവ് വാങ്ങിയെന്നറിയാവോ? അപ്പാ, ഇരവ് വാങ്ങി എന്തിനാണപ്പാ? എനിക്ക് പണ്ടും തീർപ്പിച്ചത് വേണ്ടായിരുന്നു. മോളെ, അപ്പൻ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു. ഇല്ലേ അപ്പാ? ഇല്ല മോളെ,
അപ്പന് നിന്നെക്കൊണ്ട് ഒരു കഷ്ടപ്പാടുമില്ല. എന്റെ മോള് ദുഃഖിക്കുന്നതിലാണ് അപ്പന് സങ്കടം. ഒരു സങ്കടക്കാര്. മോളെ ലിസി, ഇതെടുത്ത് പെട്ടിയിൽ വെച്ചേര്, പള്ളിയിൽ പോകുമ്പോ ഇടാം. കല്യാണമണി എല്ലാം കഴിഞ്ഞോ? ഇന്നലെ മിനിയാന്നുമായിട്ട് ആ ജോലി അങ്ങ് തീർത്തു. എന്നിട്ട് ഇതുവരെ എന്നെ ക്ഷണിച്ചില്ലല്ലോ. നിന്നെ ക്ഷണിക്കത്തില്ല, നീ ചെറുക്കന്റെ പാർട്ടിയാ. അല്ലപ്പാ, ലിസി നമ്മുടെയാ, എന്റെ. എന്നാ ഇപ്പൊ തന്നെ നീ അങ്ങ് ക്ഷണിച്ചോ. മോളെ, അപ്പനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. അപ്പാ, വരീത ചേട്ടനെയും ജോയിമോനെയും വിളിക്കില്ലേ? മേരി, നിന്റെ അപ്പം പോയി. ലിസി, അപ്പനും വരീത ചേട്ടനുമായി പിണക്കമാണോ? എനിക്കറിയില്ല. പിണങ്ങിയാലും ജോയിമോൻ വരുമായിരിക്കും. നീ വാ.